വടവാതൂർ മിൽമ പ്ലാന്റിൽ നിന്നും മലിനജലം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി നാട്ടുകാർ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. 70ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. ജനവാസ മേഖലയിലൂടെ ഒഴുകുന്ന തോട്ടിലേക്കാണ് പ്ലാന്റിൽ നിന്നുള്ള മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുക്കിവിടുന്നത്. പ്രദേശത്തെ കിണറുകളിലെല്ലാം വെള്ളം അരിച്ചിറങ്ങുന്നത് കിണർ വെള്ളം അഴുക്കാകുന്നതിനും കാരണമാകുന്നുണ്ട്. നാട്ടുകാർ പരാതിയുമായി എത്തുമ്പോൾ മാത്രം താൽക്കാലികമായി മലിനജലം പുറത്തേക്കൊഴുക്കുന്നത് നിർത്തിവെക്കും. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി വീണ്ടും ചെറുതോട്ടിലേക്ക് പ്ലാന്റിൽ നിന്നും അഴുക്കുവെള്ളം തുറന്നുവിട്ടിരുന്നു. നാളുകളായി ഈ പ്രവൃത്തി തുടരുകയാണ്. വെടിമരുന്നിന്റെ മണമാണ് കിണറ്റിലെ വെള്ളത്തിനെന്നും തങ്ങൾ പൊറുതിമുട്ടിയെന്നും വീട്ടമ്മയായ ബോബി ലൈജു പറഞ്ഞു. കിണറ്റിലെ വെള്ളം നമ്മൾ കോരി വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുമാതിരി വെടിമരുന്നിന്റെ മണമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വെടിമരുന്നിന്റെ മണം നമുക്ക് വെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴും ഒക്കെ ഈ പൈപ്പ് തുറക്കുമ്പോഴും ഒക്കെ ഈ വെടിമരുന്നിന്റെ മണമാണ് വരുന്നത്. നമ്മൾ ഈ മോട്ടർ അടിച്ച് കയറ്റി വെള്ളം വരുമ്പോഴത്തേക്കിന് കാരണം നമ്മുടെ വെള്ളം കോരുമ്പോഴും ആ വെള്ളത്തിന് ആ സെയിം ഇതുണ്ട്, പ്രശ്നമുണ്ട്. അത് നമുക്കറിയാം. നമ്മുടെ വെള്ളം തുറക്കുന്ന ഒഴുക്കുമ്പോൾ അറിയാം നമുക്ക് ആ വെള്ളം. ഈ ഒഴുക്ക് മഴയുള്ളപ്പോൾ ഇവർ ഈ പാലൊഴുക്കുന്ന സമയത്താണ് ഇതുപോലത്തെ വലിയ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. തോട്ടിലെ മലിനജലം ഒഴുകിയെത്തി കുടിവെള്ളം പോലും പാൽ നിറമായി ദുർഗന്ധം നിറഞ്ഞതോടെ 3 കിണറുകളാണ് തനിക്ക് മൂടേണ്ടി വന്നതെന്ന് സമീപവാസി PI തോമസ് പറയുന്നു. 3 കിണർ കുത്തി, അത് 3 കിണർ ഈ പാലിൻ്റെ പൊല്യൂഷൻ കാരണം ഈ കിണറ്റിനകത്ത് ഇതിൻ്റെ മാലിന്യങ്ങളെല്ലാം വന്ന് അടിഞ്ഞതാണ്. കുടിവെള്ളം പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയുടെ കേസ് കളിച്ചായിരുന്നു. 24 മണിക്കൂറാണ് ഈ വെള്ളം ഇവിടെ പഞ്ചായത്ത് വെള്ളം എത്തിച്ചു വന്നത്. അതുകൊണ്ട് കിണറെല്ലാം അങ്ങ് മൂടി. ഇനി ഇവിടെയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ശ്വാസമുട്ടലും മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇത് മാത്രം ഈ കെമിക്കലൊക്കെ അടിക്കുന്ന കാരണം. പരാതി കൊടുത്തിട്ട് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൽ കൊടുത്തു, ഹെൽത്തിൽ കൊടുത്തു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വാർഡ് മെമ്പർ സാറാമ തോമസ് രാവിലെ തന്നെ പ്രദേശത്ത് എത്തിയിരുന്നു. മിൽമ പ്ലാന്റിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ നാട്ടുകാരെ കൂട്ടി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും സാറാമ തോമസ് പറഞ്ഞു. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നല്ല പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു 10-15 വർഷം മുമ്പേ ഇതുപോലെ ഇങ്ങനെ വിഷയം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ നാട്ടുകാർ എല്ലാം കൂടെ സംഘടിച്ച് ഇവിടുന്ന് വെള്ളം കോരി ഞങ്ങൾ അവിടെ വേസ്റ്റ് വെള്ളം കൊണ്ടു ചെന്നതാണ്. അത് ഞങ്ങളെ കൊണ്ട് ഇനി ആവർത്തിക്കില്ല. ഞങ്ങൾ ഇങ്ങനെ പോയാൽ നാട്ടുകാർ മൊത്തം സംഘടിപ്പിച്ച് ഞങ്ങൾ ബക്കറ്റും വെള്ളവും അവിടെ കൊണ്ട് ഒഴിക്കുന്ന ഒരു തടസ്സമില്ലാതെ ഞങ്ങൾ പറയുകയാണ്. 50 വർഷത്തിന് മുകളിലായി ഈ ദുരിതം സഹിക്കുകയാണെന്നും ശുദ്ധജലമില്ലാത്തതിനാൽ വാട്ടർ സപ്ലൈയെയാണ് നാട്ടുകാർ ആശ്രയിക്കുന്നതെന്നും മുൻ മെമ്പർ ബിജു അമ്പലത്തിങ്കൽ പറഞ്ഞു. ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും മിൽമ യൂണിറ്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ബിജു അമ്പലത്തിങ്കൽ പറയുന്നു. ഇന്നലെ രാത്രി 1.5 മണിക്കൂർ നേരം ശക്തമായ രീതിയിൽ തനിപ്പാൽ ഒഴുകുന്നത് പോലെ തന്നെയാണ് പാലമ്പളയിൽ ഒഴുകിയത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ആ വെള്ളം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. വീണ്ടും മിൽമയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ മെമ്പർ പറഞ്ഞ പോലെ ഞങ്ങൾ നാട്ടുകാരെ കൂട്ടിക്കൊണ്ട് അതിൻ്റെ ഭാഗത്തൊക്കെ ചെന്ന് സമരം ചെയ്ത് മിൽമയുടെ ലൈസൻസ് ക്യാൻസൽ, മിൽമ എന്ന് പറയുന്ന സ്ഥാപനം വടവാതൂരിൽ പ്രവർത്തിക്കാത്ത രീതിയിലോട്ട് പൊതുജനങ്ങൾ ഇറങ്ങിത്തിരിക്കാതിരിക്കാൻ വേണ്ടി വേണ്ട നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രമേ പറയാവൂ. ന്യൂസ് ബ്യൂറോ, കോട്ടയം.